എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുമോ എന്ന്, ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അവസാനമുണ്ടാകുമോ എന്ന്. അതെ, മനുഷ്യജീവിതം എന്നത് ഒരിക്കലും ഒരേ നിലയിൽ നിൽക്കുന്ന ഒന്നല്ല. ചിലപ്പോൾ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ, ചിലപ്പോൾ പരീക്ഷണങ്ങൾ നിറഞ്ഞ സമയം, ചിലപ്പോൾ ഒന്നും മനസ്സിലാകാത്ത അനിശ്ചിതത്വം. ഇങ്ങനെ ഓരോ ഘട്ടവും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ എല്ലാ അനുഭവങ്ങൾക്കിടയിലും ദൈവം നമ്മളോട് ചില സൂചനകൾ നൽകാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ചെറിയ ചെറിയ അടയാളങ്ങൾ. ചിലപ്പോൾ അത് സ്വപ്നങ്ങളായി, ചിലപ്പോൾ ചിന്തകളായി, ചിലപ്പോൾ ഒരു തിരഞ്ഞെടുപ്പായി. ഇന്നത്തെ ഈ വീഡിയോയിൽ അത്തരത്തിലുള്ള ഒരു ദൈവസൂചനയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു തൊടുകുറി ഫലം പോലെ നിങ്ങൾക്ക് അനുഭവിക്കാം. എന്നാൽ ഇത് വെറും പ്രവചനം മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജത്തോടും വിശ്വാസത്തോടും ചേർന്ന ഒരു ആത്മീയ സന്ദേശമാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 ഇലകളുണ്ട്. ഒന്ന് തുളസിയില, മറ്റൊന്ന് കൂവളത്തിൻ്റെ ഇല. ഇവ രണ്ടും സാധാരണ ഇലകളല്ല. തുളസിയില മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. കൂവളത്തിൻ്റെ ഇല ശിവന്റെ കൃപയുടെ പ്രതീകമാണ്. ഈ 2 ഇലകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ഒരു ഇല മനസ്സിൽ തിരഞ്ഞെടുക്കുക. ഒരു തവണ മാത്രം ശ്രദ്ധയോടെ നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടുവേണം നിങ്ങൾ ഇതിൽ നിന്നും ഒരു ഇല തിരഞ്ഞെടുക്കാൻ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇല നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും വരാനിരിക്കുന്ന മാറ്റങ്ങളും നിങ്ങളുടെ ഭാഗ്യവും എല്ലാം സൂചിപ്പിക്കുന്നതാണ്. ഇതിനോടകം തന്നെ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ഇല തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ നിങ്ങൾ തുളസിയിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അവരുടെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ തുളസിയിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ജീവിതഘട്ടം ഒരു വലിയ മാറ്റത്തിൻ്റെ മുൻപിലാണ് എന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ആരോടും പറയാനാകാത്ത വിഷമങ്ങൾ, പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയ നിമിഷങ്ങൾ, ഇതെല്ലാം ഇനി പതുക്കെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കടന്നു വരാനിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റമല്ല, പക്ഷെ തീർച്ചയായും സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച എല്ലാ വേദനകളും ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തിരിഞ്ഞുനോട്ടം നൽകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു റീസെറ്റ് ഫേസാണ് നടക്കുന്നത്. പഴയ വിഷമങ്ങൾ മാറി പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുന്ന സമയം. പലർക്കും തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയെന്ന്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾ വലിയതായതിനാൽ തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ ഉണ്ടായത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾക്ക് ഇടം ഒരിക്കലും കൊടുക്കരുത്. ആർക്കും നിങ്ങൾക്ക് കഴിയില്ലെന്ന് തോന്നിച്ചാലും നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നാളായി നിൽക്കാതെ പോയിരുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു ജോലി, ഒരു ബന്ധം, ഒരു സാമ്പത്തിക പുരോഗതി, ഇവയെല്ലാം ഇനി പതുക്കെ ശരിയാകാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു മുന്നറിയിപ്പുമുണ്ട്. നിങ്ങൾക്ക് പണം വരാൻ തുടങ്ങുമ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെയധികം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായി ചില ആഡംബര ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കാത്ത പക്ഷം വീണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും ഓർമ്മിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും ഓരോ രൂപയും സൂക്ഷിച്ചുപയോഗിക്കുക. മറ്റൊരു പ്രധാന കാര്യം,
നിങ്ങൾ ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കണമെന്നാണ്. ഇത് വെറും പൂജ ചെയ്യുക എന്നതിലുപരി നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം നിലനിർത്തുക എന്നതാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒരു ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടുണ്ടാകും എനിക്ക് ആരുമില്ല എന്ന്. പക്ഷേ സത്യത്തിൽ ദൈവം നിങ്ങളെ ഒരിക്കലും വിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഇനി വരുന്ന ദിവസങ്ങളിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവ് മറുപടി ലഭിക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസം വളരാൻ തുടങ്ങും. മറ്റുള്ളവർ നിങ്ങളെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. അതിൽ സന്തോഷവും സമാധാനവും പുരോഗതിയും ഉണ്ടാകും. പക്ഷെ ഓർക്കുക, ഈ മാറ്റം നിലനിർത്തുന്നത് നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ, നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ ഈ ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ടതിലും മനോഹരമാവുകയുള്ളൂ. അതുകൊണ്ട് അതിനായി പരിശ്രമിക്കുക. ഇനി അടുത്തതായി കൂവളത്തിൻ്റെ ഇല തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കൂവളത്തിൻ്റെ ഇലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ശക്തമായ മാറ്റത്തിൻ്റെ കവാടത്തിൽ നിൽക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇത് സാധാരണ ഒരു മാറ്റമല്ല. ഇത് നിങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ശക്തിയുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങൾ തന്നെ അതിനെ സംശയിച്ചിട്ടുണ്ടാകും. എനിക്ക് കഴിയുമോ? ഞാൻ മതിയാകുമോ? എന്ന ചോദ്യങ്ങൾ നിങ്ങളെ പലപ്പോഴും പിന്തിരിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇനി ആ സംശയങ്ങൾ മാറുന്ന സമയമാണ്. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ഒരുപാട് സമയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇതെങ്ങനെ ഞാൻ മറികടക്കും എന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും പിന്മാറിയില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. കൂവളത്തിൻ്റെ ഇല തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ധൈര്യശാലികളായ ആളുകളാണ്. അനീതിയുണ്ടെങ്കിൽ അതിനെതിരെ നിലകൊള്ളുന്നവർ, സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവർ. ഈ സ്വഭാവം തന്നെയാണ് നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ വീണ്ടും വന്നേക്കാം. പക്ഷേ ഇത്തവണ നിങ്ങൾ പഴയ ആളല്ല. നിങ്ങൾ കൂടുതൽ ശക്തനാണ്. നിങ്ങൾ ബുദ്ധിമാനാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളികൾ നിങ്ങളെ തോൽപ്പിക്കാനല്ല, നിങ്ങളെ ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം വരാനിരിക്കുകയാണ്. അതൊരു ജോലിയായിരിക്കാം, ഒരു ബിസിനസ് അവസരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായി സ്വപ്നം കണ്ടിരുന്ന ഒരു നേട്ടമായിരിക്കാം. ഈ അവസരം നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവാണ് നൽകുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കഴിവ് അവർ അംഗീകരിക്കും. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് മക്കളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു നല്ല സംഭവം ഉണ്ടാകാം. നിങ്ങളുടെ മനസ്സ് സന്തോഷത്തോടെ നിറയും. സാമ്പത്തികമായി നോക്കിയാലും ഇനി നിങ്ങൾക്ക് നല്ല മുന്നേറ്റം കാണാൻ സാധിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം കുറയാൻ തുടങ്ങും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ നേട്ടങ്ങൾ സ്ഥിരമായി നിലനിർത്താൻ നിങ്ങൾ സ്ഥിരതയും നിയന്ത്രണവും പാലിക്കണം. അവസരങ്ങൾ വന്നപ്പോൾ അതിനെ ശരിയായി ഉപയോഗിക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നേടാനാവാത്തതായി ഒന്നും തന്നെയില്ല. ഒരിക്കൽ നിങ്ങൾ തളർന്നു പോയാലും ഓർക്കുക, നിങ്ങൾ ഇതിനകം വളരെ ദൂരം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി തിരിഞ്ഞു നോക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകാനുള്ള സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വരാനിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾക്കും സന്തോഷം നൽകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് തുളസിയിലയായാലും കൂവളത്തിൻ്റെ ഇലയായാലും ഒരു കാര്യമാണ് വ്യക്തമായി പറയാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാനിരിക്കുകയാണ്. പക്ഷെ ഒരു സത്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ ഒരു വഴി മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് അത് നിങ്ങളുടെ തീരുമാനങ്ങൾ തന്നെയാണ്.
ദൈവം നമ്മൾക്ക് അവസരങ്ങൾ നൽകും, പക്ഷേ അതിനെ ഉപയോഗിക്കുന്നത് നമ്മളാണ് എന്നത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ ഒരു അർത്ഥമുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചാലും ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരു ദൈവിക ശക്തി, പ്രപഞ്ച ശക്തി എപ്പോഴും നിങ്ങളെ നയിക്കുന്നുണ്ട്, നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ജീവിതം നിങ്ങൾ കരുതുന്നതിലും ശക്തമാണ്. നിങ്ങൾ കരുതുന്നതിലും നിങ്ങൾ ശക്തരാണ്. ഇനി നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് പോവുകയാണ്. സന്തോഷവും സമാധാനവും വിജയവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക്. അതുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നല്ലത് മാത്രം എല്ലാവർക്കും സംഭവിക്കട്ടെ. ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കൊടുക്കാതിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തികളും പോകുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ വിജയങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. വിജയങ്ങൾക്കൊരിക്കലും തടസ്സമുണ്ടാകരുത്. ആ വിജയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ പൂർണ്ണമായും നിങ്ങളെ അർപ്പിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസവും പോസിറ്റീവായ ചിന്തകളും കൂടി ചേരുമ്പോൾ മാത്രമേ ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.